നമസ്കാരം. ഞാനിന്ന് ശബരിമല ശ്രീധർമ്മശാസ്താവിനെ കാണാൻ വേണ്ടി ഇരുമുടി കെട്ടി പോയ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇരുമുടി കെട്ടുന്നതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പമ്പ നദിയാണ്. ഞങ്ങൾ പമ്പയിലെത്തി. പുലർച്ചെ എത്തിയപ്പോൾ പമ്പ നദിയിൽ കാണുന്ന ഒരു ദൃശ്യമാണ് ഞാനിവിടെ പകർത്തിയിട്ടുള്ളത്. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ദർശനം മണ്ഡലമാസം, അതായത് വൃശ്ചിക മാസത്തിൽ 1-ാം തീയതി തുടങ്ങി 41 ദിവസവും മകരവിളക്ക്, അതിനു പുറമെ എല്ലാ മലയാള മാസത്തിലും 5 ദിവസങ്ങളിലും ആണ് പോകാൻ പറ്റുന്നത്. ഇത് പമ്പ നദിക്കരയാണ്. മണ്ഡലമാസത്തിലെ വ്രതകാലഘട്ടത്തിലാണെങ്കിൽ ഇവിടെ ആകെ ജനനിബിഡമാകേണ്ട സ്ഥലമാണ്. പുലർക്കാലെ പമ്പ നദിയിലെ തെളിഞ്ഞ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വേണം നമുക്ക് മല കയറ്റം തുടങ്ങാൻ. അതിനു മുമ്പായി പമ്പ ഗണപതി സ്വാമി വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ച് വേണം മുന്നോട്ട് പോകാൻ. പമ്പയിൽ പോലീസിൻ്റെ സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത വെരിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി പമ്പയിലെ വിഘ്നേശ്വര സ്വാമിയെ തൊഴുത് ആണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് പമ്പയിൽ നിന്ന് വിഘ്നേശ്വരന് തേങ്ങ ഉടയ്ക്കുന്ന ദൃശ്യം. പമ്പയിൽ നിന്നും ഇറങ്ങി കാനനപാതയിലൂടെ വേണം നമുക്ക് ശബരിമലയിൽ എത്താൻ. ബുക്കിംഗ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഏകദേശം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 4 കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് എന്നാണ്. ഈ പാത വളരെ ചെങ്കുത്തായതും ദുർഗം പിടിച്ചതുമായ നടക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും നടക്കുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പാതയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ പാത വളരെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കച്ചവട സ്ഥാപനങ്ങളും മറ്റും ലഘുപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും നമുക്ക് കിട്ടും. ആവശ്യാനുസരണം ദേവസ്വം ബോർഡിൻ്റെ ചുക്കുവെള്ള വിതരണം ഉണ്ട്. ഈ പാതയിൽ മിക്ക സ്ഥലത്തും സ്റ്റെപ്പുകൾ, പടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് ഇട്ട സ്ഥലമാണ്. കൈവരികളുണ്ട് പിടിച്ച് നടക്കുന്നതിന്. 2 സൈഡും വന മേഖലയിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പണ്ട് വിശ്വാസപ്രകാരം നമ്മൾ ചെയ്തിട്ടുള്ള പുലി പിടിക്കാതിരിക്കാൻ വേണ്ടി, വയലിലേക്ക് പോകുന്നവരെ പുലി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പാച്ചിമേടിലും പുലികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി അരിയുണ്ട എറിയുന്ന ദൃശ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ശബരി പീഠത്തിലാണ്. ശബരി പീഠത്തിൽ തേങ്ങ ഒടിച്ച് ശബരിയെ പ്രാർത്ഥിച്ച് അവിടുന്ന് വീണ്ടും കാനനപാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാനനപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം അയ്യപ്പന്മാരെ നമുക്ക് കൂടെ യാത്ര ചെയ്യാൻ കിട്ടുന്നുണ്ട്. അവരെല്ലാം ഏക മനസ്സോടുകൂടി ആത്മാർത്ഥമായി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ചലച്ചുവടായി കൊണ്ടുപോകുന്ന സംവിധാനം ഒഴിവുണ്ട്. അതുപോലെ തന്നെ സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതും എല്ലാം ട്രാക്ടർ ഉപയോഗിച്ചാണ്. പണ്ട് പോയവർക്കൊക്കെ അറിയാം, അവിടെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് വലിയ കഴുതക്കൂട്ടത്തിൻ്റെ പുറത്ത് വെച്ച് കെട്ടി കൊണ്ടുപോകുന്നതായിരുന്നു. അതിൽ നിന്ന് എന്തായാലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കാനനപാതയിലൂടെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക തന്നെ. അപ്പോൾ ക്ഷീണവും വിശപ്പും ഒന്നും അറിയില്ല. ചുറ്റുവട്ടമുള്ള നിബിഡമായ വനത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൃക്ഷലതാദികളും വലിയ വൻമരങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അതെല്ലാം താണ്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു പോകുക. അപ്പോൾ ഇതെല്ലാം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സന്നിധാനത്ത് നിന്നുള്ള ശബ്ദഘോഷാദികൾ കേൾക്കാം. പോകുന്ന വഴിയിൽ നമ്മൾ ധാരാളം കുരങ്ങന്മാരെ കണ്ടു. ഇവരെല്ലാം ഈ കാനനത്തിലെ അന്തേവാസികളാണ്. കാനനപാതയിൽ ഉടനീളം ടോയ്ലറ്റുകൾ, ബയോ ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ കാനനപാത വളരെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആഹ്ലാദം നൽകുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം സന്നിധാനത്തേക്കുള്ള കയറ്റം കയറി അവിടെ താഴേക്ക് ഇറങ്ങുന്ന സ്ഥലമായി. ഇവിടെ മുതലാണ് നടപ്പന്തൽ ആരംഭിക്കുന്നത്. ഈ നടപ്പന്തലിൽ വെടിവെക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. ആളുകളുടെ ദീപന്മാരെല്ലാം വന്ന്
അവരെ ദർശനം കഴിഞ്ഞ് കെട്ടൊക്കെ ഇറക്കി വെച്ച് ഇവിടെ വെച്ച് ദർശനത്തിനുള്ള അഭിഷേകത്തിനുള്ള സാധനങ്ങൾ പ്രത്യേകം എടുത്ത് അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന രീതികളൊക്കെ ഉണ്ട്. ഇവിടെ ആയുർവേദ ഡിസ്പെൻസറി, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അയ്യപ്പന്മാർക്കറി തയ്യാറാക്കിയിട്ടും ഉണ്ട്. ഇതാണ് സന്നിധാനത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. നമ്മൾ ഏകദേശം ഈ മലനിരകളുടെ ഏറ്റവും മുകളിലായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ കാട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമിയെ ദർശനം കഴിഞ്ഞ് 18 പടി കയറി അയ്യപ്പസ്വാമിയെ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വിശ്രമിക്കുന്നതിനും വിരിവയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഇപ്പോൾ നടന്നു പോകുന്നത്. ഇനി ഞങ്ങൾ വിരിവെച്ചത് ദേവസ്വം ബോർഡ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വിരിവയ്ക്കുന്നതിനുള്ള കെട്ടിടത്തിലാണ്. ദേവസ്വം ബോർഡിൻ്റെ അന്നദാന മണ്ഡപത്തിന് മുകൾ വശത്തായിട്ടാണ് ഇതിനുള്ള സൗകര്യം. ഒരാൾക്ക് 50 രൂപ നിരക്കിൽ പണം കൊടുത്ത് എടുത്തിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അന്നദാന മണ്ഡപത്തിൽ ദിവസവും 3 നേരവും അന്നദാനം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ആ ഭക്ഷണത്തിൽ പങ്കെടുത്തു. ഇതാണ് ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ അടുത്തുള്ള മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവിൻ്റെ അമ്പലം. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ അടുത്തുള്ള പ്രധാന വഴിപാടുകളായ നെയ്യഭിഷേകം, പാലഭിഷേകം, കർപ്പൂരാഭിഷേകം എന്നിവയെല്ലാം കഴിഞ്ഞ പിന്നെ പ്രധാന വഴിപാടുകൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. സർപ്പദോഷം മാറ്റാൻ വേണ്ടി ആളുകൾ സർപ്പ ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന നാവൂർ പാട്ട് ഇവിടെ പ്രസിദ്ധമാണ്. ഞാൻ നേരത്തെ ശബരിമല ശാസ്താവിൻ്റെ അടുത്ത് അന്നദാന മണ്ഡപത്തിന് മുകളിൽ വിരിവെച്ച കാര്യം സൂചിപ്പിച്ചല്ലോ. അവിടെ നിന്നുള്ള പോകുന്ന രീതികളും എല്ലാമാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാൾക്ക് 50 രൂപ കൊടുത്ത് വിരിവെക്കാനുള്ള സൗകര്യം കിട്ടും. അയാൾക്ക് ഒരു പായ നമുക്ക് ലഭിക്കും. പണ്ട് കാലത്ത് നമ്മൾ കൊണ്ടുപോകുന്ന വിരി, പുതപ്പ് വിരിച്ച് അതിനുള്ളിൽ വെച്ചിലാണ് നമ്മുടെ കെട്ടിലെ സാധനങ്ങളും പൂജാദ്രവ്യങ്ങളും എല്ലാം അഴിക്കാനും മറ്റും വിശ്രമിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വളരെ വൃത്തിയുള്ള പായ അടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു. ഞങ്ങളിപ്പോൾ അഭിഷേകങ്ങളും വഴിപാടുകളും എല്ലാം കഴിഞ്ഞ് തിരിച്ച് മല ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. തിരിച്ച് മല ഇറങ്ങുന്നതിന് മുൻപ് അയ്യപ്പസ്വാമിയെ ഒരിക്കൽ കൂടി കണ്ണുയർത്തി കണ്ട് പ്രാർത്ഥിച്ച് കർപ്പൂരാഴിയെല്ലാം ദർശിച്ച് പിന്നോട്ട് ഇറക്കാം. അവിടെ വലിയ ഒരു ആടിനെ കണ്ടത് വളരെ കൗതുകമുള്ള കാഴ്ചയായിരുന്നു. ഞങ്ങൾ ആ ആടിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്തു. സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ അവിടെ വലിയ സംഗീതാർച്ചന നടക്കുന്ന ദൃശ്യം കണ്ടു. ഈ സംഗീതാർച്ചനയിലെ സംഗീതമാണ് നമ്മൾ സന്നിധാനത്ത് ഇടനീളം കേൾക്കുന്നത്. തിരിച്ച് മല ഇറങ്ങുമ്പോൾ അയ്യപ്പസ്വാമി ദർശിക്കാനെത്തി വിരിവെച്ച് ഇരിക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു. ഒരിക്കൽ കൂടി 18 പടി കണ്ട് അയ്യപ്പസ്വാമിയെ കാണുന്നത് തിരിച്ച് മല ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്. ഭഗവാനെ ഒരിക്കൽ കൂടി തൊഴുത് ഇനിയും വീണ്ടും കാണാൻ അവസരം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് മല ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. കാനനപാതയിലൂടെ കാൽനടയായി തിരിച്ച് സഞ്ചരിച്ച് പമ്പയിലെത്തി പമ്പ ഗണപതി സ്വാമിയുടെ അടുത്ത് വിഘ്നേശങ്ങളിലൊന്നും ഇല്ലാതെ ദർശനം നടത്തിയതിന് നന്ദി പറഞ്ഞ് തിരിച്ചു പോരുന്നു.